ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിലൊരു പോപ്പുലറായിട്ടുള്ളൊരു യൂട്യൂബറാണ് ഷാജൻ സ്കറിയ, മറുനാടൻ മലയാളി. വേണമെങ്കിൽ മലയാളത്തിലെ പോഡ്കാസ്റ്റ് എന്ന് പറയുന്ന സംഭവത്തിന് തുടക്കം കുറിച്ച ഒരു ഫൗണ്ടർ കൂടിയാണ് പുള്ളി. അപ്പം ഇദ്ദേഹം നിരന്തരമായിട്ട് എന്നെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ജനാധിപത്യ വിശ്വാസിയായതിൻ്റെ പേരിൽ അതൊക്കെ ഇതിൻ്റെ അകത്തെ ഭാഗമാണ്. പേഴ്സണലി അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. അതായത് പറഞ്ഞത് വലിയൊരു ശതമാനം, 1% പോലും സത്യമല്ലാത്ത കള്ളത്തരങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അതൊന്നും എനിക്ക് പ്രശ്നമൊന്നുമല്ല. പക്ഷെ പറയാൻ പോകുന്ന പോയിന്റ് എന്ന് പറയുന്നത് തൊടുപുഴയിൽ അദ്ദേഹത്തിനെതിരെ നടത്തിയ അറ്റാക്ക് ക്രൂരമായിട്ടാണ് അറ്റാക്ക് ചെയ്തത്. അതിനെ പൂർണ്ണമായിട്ടും അപലപിക്കുന്നു. അതിനേക്കാൾ ഉപരിയായിട്ട് അതിന് പെട്ടെന്ന് പോലീസ് കാണിച്ചൊരു ഡ്രാമയുണ്ട്. അന്വേഷിക്കുന്നു, അറസ്റ്റ് ചെയ്യുന്നു, അടുത്ത ദിവസം ജാമ്യം കൊടുക്കുന്നു. അതായത് ഒരു ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് പറയുന്ന സംഭവമാണ്. തെറ്റോ ശരിയോ ഒക്കെ രണ്ടാമത്തെ കാര്യം, അതൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഇവിടെ കോടതികളും ഒക്കെ ഉണ്ട്. പക്ഷേ ഒരു കൂട്ടം പേര് വന്നിട്ട് ഒരു കല്യാണമായിട്ട് ബന്ധപ്പെട്ട അയാൾ ഒറ്റയ്ക്ക് പോയ സമയത്താണ് വണ്ടി തടഞ്ഞു നിർത്തി വണ്ടിക്കകത്ത് കയറിയിട്ട് ക്രൂരമായിട്ട്, ആ വാക്കാണ് ഉപയോഗിക്കുന്നത്, 1% പോലും അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം തെറ്റാണത്, പൂർണ്ണമായിട്ടും തെറ്റാണ്. പിന്നെ എന്താണ് ജനാധിപത്യത്തിൻ്റെ വാല്യൂ ഉള്ളത്? ഈ ചെയ്തവരെല്ലാം തന്നെ കേരളം ഭരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ DYFIയുമായി ബന്ധപ്പെട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പം അതിനെ പൂർണ്ണമായിട്ട് എതിർക്കുന്നു. അത് പാടില്ല. അത് അപ്പം അതിനെപ്പറ്റി ഫർദർ കാര്യങ്ങൾ പറയാം. കാരണം നമുക്ക് പറയാനുള്ള അവകാശമുണ്ട്. അദ്ദേഹം ഒരു പോപ്പുലറാണ്. ചില കാര്യങ്ങളിലൊക്കെ അത് വളരെയധികം ഇവിടുത്തെ മാധ്യമങ്ങൾ ഒളിച്ചു വെച്ച പലതും അദ്ദേഹമാണ് പുറത്തു കൊണ്ടുവന്നത്. ശ്ലാഘനീയം. അതിവിടെ മാധ്യമങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ല. ഞാൻ ക്യാപിറ്റൽ സിറ്റിയിലാണ്, ഡൽഹിയിലാണ്. അപ്പം ഈ പല കാര്യങ്ങളും ഇങ്ങനെ അദ്ദേഹം കൊണ്ടുവരുന്ന പല ടോപ്പിക്കുകളും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതിന് പരിമിതികളുണ്ട്. കാരണം നെറ്റ്വർക്കും പരിപാടികളും ലോക്കൽ റിപ്പോർട്ടിങ്ങും ഈ സംഭവങ്ങളൊക്കെ ആവശ്യമുള്ളതൊക്കെ അവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് അവർക്കെതിരെ പറയുവാൻ അദ്ദേഹം ധൈര്യം കാണിച്ചു. അപ്പം അങ്ങനെയുള്ള ഒരു പോപ്പുലർ യൂട്യൂബർ, ഏകദേശം അദ്ദേഹത്തിൻ്റെ തന്നെ വീഡിയോയിൽ കാണുന്ന അയാൾക്കെതിരെ ഏകദേശം 120ഓളം കേസുകളുണ്ട് പല കോടതികളിലൊക്കെ. ഇന്ത്യയിലെ 5ഓളം ഹൈക്കോടതികളിൽ കേസുകളുണ്ട്. അതൊക്കെ സ്വാഭാവികമാണ്. കാരണം നിങ്ങൾ ഒരു കാര്യം ചെയ്യാൻ നേരത്തെ ഇങ്ങനെ കേസുകളൊക്കെ ഉണ്ടാകും. ആദ്യം മനസ്സിലാക്കേണ്ടത്, എനിക്കിതിനെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, മഹാരാഷ്ട്ര ഗവൺമെൻറ്, തമിഴ്നാട് ഗവൺമെൻറ്, ബംഗാൾ ഗവൺമെൻറ്, ഇവരൊക്കെ എത്രയോ കേസ് കൊടുത്തിട്ടുണ്ട്. ഗവൺമെൻറ്റാണ് കേസ് കൊടുത്തേക്കുന്നത്, ഇൻഡിവിജ്വൽസ് അല്ല. ആ കേസൊക്കെ ഞാൻ ഫൈറ്റ് ചെയ്ത് ഞാൻ ജയിച്ചില്ലേ. അതായത് ജേർണലിസത്തിൽ ഇതൊക്കെ പ്രാധാന്യമുണ്ട്. എന്നിട്ട് ഞാൻ ഒരു കാര്യം പറയാം. എനിക്ക് സത്യമെന്ന് പൂർണ്ണമായിട്ടും വിശ്വാസമുള്ള കാര്യങ്ങളെ ഞാൻ ചെയ്യാറുള്ളൂ. ഒരു പകുതി ട്രൂത്തും ഹാഫ് ട്രൂത്തും ഒരു പത്രം വായിച്ചിട്ട് അതിനെ മസാല രൂപത്തിലാക്കിയിട്ട് ഞാൻ എപ്പോഴും സിസ്റ്റത്തെ മാത്രമേ അറ്റാക്ക് ചെയ്യത്തുള്ളൂ. ഞാൻ ഇൻഡിവിജ്വൽസിനെ അറ്റാക്ക് ചെയ്യത്തില്ല. എന്തുകൊണ്ടാണ് സിസ്റ്റം ഇൻഡിവിജ്വൽ രണ്ട് വ്യത്യാസം? പിണറായി വിജയൻ ഒരു സിസ്റ്റത്തിൻ്റെ ഹെഡ് അറ്റാക്ക് ചെയ്യുക, എം.വി. ഗോവിന്ദ് ഒരു സിസ്റ്റത്തിൻ്റെ ഹെഡ് അറ്റാക്ക് ചെയ്യുക. പക്ഷെ ഇൻഡിവിജ്വൽസിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ അതിനകത്തൊരു ഒത്തിരി എത്തിക്കൽ പാർട്ടും ഒത്തിരി വളരെയധികം കാര്യങ്ങളുണ്ട്. ഞാൻ ഈ ഷാജനോട് റിക്വസ്റ്റ് ചെയ്യുക, അത് അപേക്ഷിക്കുകയാണ്. അല്ലാതെ താങ്കളെ പഠിപ്പിക്കാനൊന്നും ഞാൻ യോഗ്യനൊന്നുമല്ല. പക്ഷേ എനിക്ക് താങ്കളെക്കാളും ഈ ഫീൽഡിൽ ജേർണലിസം എക്സ്പീരിയൻസ് ഉണ്ട്, യൂട്യൂബറായിട്ടല്ല. കാരണം അതിന് പ്രാധാന്യം വളരെ കൂടുതലുണ്ട്. കാരണം പബ്ലിക്കുമായിട്ടും സൊസൈറ്റിയുമായിട്ടും ജുഡീഷ്യലായിട്ടും ഇന്ത്യൻ ഭരണഘടനയോടും ഓരോ ഇൻഡിവിജ്വൽസിനോട് റെസ്പോൺസിബിളായിട്ട് ആ രീതിയിലാണ് പോകുന്നത്. അപ്പം അതുകൊണ്ട്
പല ആംഗിൾസും പല പത്രങ്ങളും വായിച്ചു കിട്ടുന്ന ആംഗിൾ എടുത്തിട്ട് അത് പെട്ടെന്ന് അതിൻ്റെ വലിപ്പത്തിൽ കയറി അതിനെ മസാല അടിച്ച് തകർക്കാനൊന്നും ഞാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും സിന്ദൂറുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞ സ്റ്റാൻഡിൽ ഉറച്ചു വന്നു. കേരളത്തിലെ ഒരു AB ഒരു പരട്ട കിളവനുൾപ്പെടെ പറഞ്ഞ് ഇതാ എന്നെ ഇപ്പോൾ ഉണ്ടാക്കുന്നു. മേജർ രവി എന്ന് പറഞ്ഞ ദാവൂദ് ഇബ്രാഹിമിനെ കൊന്നിട്ട പാകിസ്ഥാനിൽ നിന്ന് വന്ന അദ്ദേഹം പറഞ്ഞു അയാൾ ഇപ്പം എന്നെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. ഞാൻ എന്താ ഉറച്ചു നിന്നത്? ഞാൻ ഈ പറഞ്ഞ സത്യമായിരുന്നു. അത് ലേറ്റർ അത് പ്രൂവ് ചെയ്തു, സത്യമായിരുന്നു. അതിലോട്ട് ഞാൻ പോകുന്നില്ല. ഞാൻ ഈ പറയുന്ന ഷാജിൻ്റെ ആ ഉണ്ടായ സംഭവത്തിൽ അദ്ദേഹത്തിന് പൂർണ്ണമായിട്ട് റിക്കവറി വരട്ടെ. ഈ തെറ്റ് കാണിച്ച ആൾക്കാരെ ശിക്ഷിക്കണം, ശിക്ഷിച്ചേ മതിയാകത്തുള്ളൂ. അതെല്ലാം നിൽക്കുമ്പോൾ തന്നെ ഒരു കാര്യം എനിക്കൊരു റിക്വസ്റ്റോട് പറയാനുള്ള സംഭവമുണ്ട്. ഇപ്പം ഞാൻ ഈ തെഹൽക്ക കേസാണെങ്കിലും നാരദയാണെങ്കിലും ശാരദ കേസാണെങ്കിലും തമിഴ്നാട് എടപ്പാടി പളനിസ്വാമിയുടെയും അതേപോലെ തന്നെ ഈ ബാൽ താക്കറെക്കെതിരെയൊക്കെയുള്ള സംഭവം കൊണ്ടുവന്നു കഴിഞ്ഞ സമയത്ത് ഈ കോർട്ടിലൊക്കെ പോകുമ്പോൾ അപ്പോൾ എൻ്റെ അന്നത്തെ പഴയ തെഹൽക്കയുടെ അന്നത്തെ എൻ്റെ ബോസായിരുന്ന ഇമ്മീഡിയറ്റ് ബോസ് അനിരുദ്ധ് ബെഹൽ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. കമ്മീഷൻ ഓഫ് എൻക്വയറീസിൽ പോകുമ്പോഴും ഈ കോർട്ട് മാർഷലിനൊക്കെ പോകുമ്പോഴും എന്നോട് പറഞ്ഞു, ഈ കാണുന്ന ഒഫീഷ്യൽസിനെയും ഓഫീസേഴ്സിനെയും പല ആൾക്കാരെയും നീ സ്റ്റിങ് ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ പോകാൻ നേരത്തെ നീ മസിൽ പിടിക്കരുത്, ഇവരുമായിട്ട് ചിരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരോട് പറയണം, ഞങ്ങൾ നിങ്ങളെയല്ല ടാർഗറ്റ് ചെയ്തത്, ഞങ്ങൾ സിസ്റ്റത്തെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ അതിൻ്റെ അകത്ത് വന്നുപോയി, അല്ലാതെ ഞങ്ങൾക്ക് നിങ്ങളോട് യാതൊരു പേഴ്സണൽ പ്രശ്നവും ഇല്ല. ഇതൊക്കെ നിങ്ങൾക്ക് ജയാജല്ലി ജീവിച്ചിരിപ്പുണ്ട്. ഈ പറയുന്ന ബംഗാൾ ലക്ഷ്മണനെ ശിക്ഷിച്ചു. അദ്ദേഹത്തോട് ഞാൻ ഈ കോർട്ടിൻ്റെ ഫസ്റ്റ് ഡേ പറഞ്ഞു. ഈ പറയുന്ന സീനിയറായിട്ടുള്ള പല സീനിയർ ഓഫീസർ, അതായത് മേജർ ജനറലും ബ്രിഗേഡിയറും ലെഫ്റ്റനന്റ് ജനറൽ ഓഫീസേഴ്സിനോട് പറഞ്ഞു. ഇവരോടൊക്കെ ഞാൻ പേഴ്സണലി പോയിട്ട് പറഞ്ഞു, അതായത് സാറിനെ അല്ല ടാർഗറ്റ് ചെയ്തത്, ഈ പറയുന്ന സിസ്റ്റത്തെയാണ്, അത് ഇന്ത്യക്ക് വേണ്ടിയാണ് ചെയ്തത്. അതിനകത്ത് സാറും കൂടെ വന്നു, കാരണം സാറ് ആ സിസ്റ്റത്തിൻ്റെ പാർട്ടാണ്. അല്ലാതെ താങ്കളെയോ താങ്കളുടെ ഫാമിലിയോ മോശമാക്കാനൊന്നും ഞാൻ ശ്രമിച്ചിട്ടില്ല. അപ്പം അതുകൊണ്ട് എന്തുവാ അവരുമായിട്ട് ഈ പറയുന്ന അവർക്കൊരു എനിമിറ്റി ഞാനുമായിട്ട് ഇല്ലാതായി. അതായത് ചിലപ്പോഴേ റെയിൽവേ സ്റ്റേഷനിലോ മറ്റുള്ള പബ്ലിക് പ്ലേസിലൊക്കെ ഞാൻ ഇവരെ കാണുമ്പോൾ സംസാരിക്കും, അവരുമായിട്ട് സംസാരിക്കും, ഇവരുമായിട്ടൊക്കെ ഞാൻ ചായ കുടിക്കും. പക്ഷെ കോടതിയിൽ കേസ് തെളിയിക്കും. അവർക്ക് പിടികിട്ടി ഇവൻ പ്രൊഫഷണലാണ്. അല്ലാതെ അവരെ കാണിക്കുമ്പം വലിയ മുഖവും പ്രശ്നവും ഇപ്പം തിന്നുകളയും, ഇപ്പം ഞാൻ നിന്നെ കൊല്ലും, അത് അങ്ങനെയല്ല ഈ സംഭവം. ഈ കാണിക്കുന്ന ഫാനുകളൊക്കെ ഇപ്പൊ ഒരു പരിധി വരെ ഉള്ളൂ. ഞാൻ ഈ ചെയ്ത സമയത്തൊന്നും ഈ സോഷ്യൽ മീഡിയ ഫാനും കോപ്പൊന്നുമില്ല. ആ സന്ദർഭത്തിൽ കിട്ടിയൊരു അഡ്വൈസ് വളരെ പ്രാധാന്യം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ പലപ്പോഴും പല സ്റ്റോറികളൊക്കെ വളരെ പഠിച്ച് മനസ്സിലാക്കിയിട്ടേ ചെയ്തു. ഇപ്പൊ ഈരാറ്റുപേട്ട ആ സ്ഥലത്തെ പറ്റി ഞാൻ പറഞ്ഞു, മിനി താലിബാൻ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ആ പോലീസ് സ്റ്റേഷനിൽ പോയി കഴിയുമ്പോൾ അതിന്റെ പുറത്ത് ഒത്തിരി അവിടെയുള്ള ആൾക്കാരും SDP അവരൊക്കെ വന്നു കൂടി. നിങ്ങൾ ഞാൻ ഈ SDP ആ സിസ്റ്റത്തെ സുഡാപ്പികളെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞാൻ ഇവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാറുണ്ട്. ഞാൻ പറയുന്ന ഇതാണ് പറയാനുണ്ടായ കാരണം. റീസൺ ഇതാ, നിങ്ങളെ പേഴ്സണലി അല്ല, നിങ്ങൾ ഈ നടത്തുന്ന പരിപാടിയെ ഞാൻ ക്രിട്ടിസൈസ് ചെയ്യും. കാരണം നിങ്ങൾ അതിൽ നിന്ന് മാറണം. ആ ഒരു സെന്റിമെന്റ്സുമായിട്ട് നടക്കരുത്. ഇതൊക്കെ അവർ പറഞ്ഞു മനസ്സിലാക്കും. എനിക്ക് വേണേൽ അവരെ ഇഗ്നോർ ചെയ്തുകൂടായോ? എന്നെ എന്തൊക്കെ തെറിയാ വിളിക്കുന്നത് പല ആൾക്കാരും. ഞാനിപ്പം മോദി ഗവൺമെന്റ് സിന്ദൂറുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്, പല ആൾക്കാരും തെറി വിളിക്കുന്നുണ്ട്. അപ്പം ഞാനെന്താ വിശ്വസിക്കുന്നേ? കാരണം ഇവർ സത്യം അറിയുമ്പോൾ തിരിച്ചു വരും. കാരണം സിന്ദൂറുമായി ബന്ധപ്പെട്ട് 3 മാസം എടുത്തു സത്യം അറിയാൻ. കാരണം സത്യം അറിയാൻ സമയമെടുക്കും. കള്ളമെന്ന് പറഞ്ഞാൽ പെരുപ്പിച്ച് കാണിക്കാം, പെരുപ്പിച്ച് കാണിച്ച് അതിനെ നാശമാക്കി. പക്ഷെ ഇൻഡിവിജ്വലായിട്ട് നിങ്ങളൊരാളെ ടാർഗറ്റ് ചെയ്യുന്ന നശിപ്പിക്കാൻ പോകുമ്പോൾ അത് ഭയങ്കര പകയായിട്ട് വരും. കാരണം ഈ പറയുന്ന മാത്യു കൊല്ലപ്പള്ളി, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നു 1-ാം പ്രതിയുടെ പേര്.
ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അവിടെയുള്ള ചില പോലീസ് സ്റ്റേഷൻ ചില അന്വേഷണ ഉദ്യോഗസ്ഥന്മാരോട് സംസാരിച്ചു. എന്തോ യഥാർത്ഥ സംഭവം, അയാൾക്കിത് ഈ സ്റ്റോറിയുടെ കാര്യം. അപ്പം അവർ കൃത്യമായിട്ട് പറഞ്ഞ് അയാളുടെ ഭാര്യയുടെ ആത്മഹത്യയിൽ പോലീസ് വലിയ രീതിയിൽ അന്വേഷണം നടത്തി. അവർക്കൊരു ഒന്നും, കാരണം ഇയാൾ അതിൻ്റെ അത് നിഷ്പക്ഷനാണ്. കാരണം അയാളുടെ ഈ SH സെക്രട്ടേറിയറ്റ് കോളേജിലാണ് ഈ പഠിച്ചത്. ഞാൻ പറയുന്നത് 100% സത്യമാണ്. ഞാൻ ചോദിച്ച് മനസ്സിലാക്കി മറ്റു പലരോടും കൺഫേം ചെയ്തിട്ടാണ് ഈ പറയുന്നത്. അത് വരുന്നത് അവിടെ KSUകാരനായിട്ടാണ് വരുന്നത്. പിന്നീട് അയാൾ SFIക്കാരനായി. ഇയാൾ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി. അയാളുടെ സ്കൂളിലെങ്ങാണ്ട് പഠിച്ചൊരു പെൺകുട്ടിയായിട്ട് പ്രേമത്തിലായി. ആ പെൺകുട്ടിയെ നാട്ടുകാരും വീട്ടുകാരും ഇയാളുടെ വീട്ടുകാരും ഒക്കെ എതിർത്തിട്ട് അയാൾ കല്യാണം കഴിച്ചു. ഈ പെൺകുട്ടി ഏകദേശം 12ഓളം പ്രാവശ്യം സൈക്കിയാട്രിക് ട്രീറ്റ്മെന്റിന് അഡ്മിറ്റ് ആയിട്ടുണ്ട്. ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്, ഒഫീഷ്യൽ കേരള പോലീസിന്റെ ഇൻവെസ്റ്റിഗേഷനാണ്. ഏതായാലും മെഡിക്കൽ സംഭവം ഈ പറയുന്ന ഇത്രയും ഈ പെൺകുട്ടിക്ക് പല അസുഖങ്ങളുണ്ട്, വിഷാദരോഗം, 10ഓളം പ്രാവശ്യം അറ്റംപ്റ്റ് ചെയ്ത് സൂയിസൈഡ് ചെയ്യാൻ, 10-13 പ്രാവശ്യം. അപ്പൊ എല്ലാരും പറഞ്ഞിട്ട് ആൾക്കാരും മാറ്റിയിട്ട് ഒരു രോഗിയെയാണ് ഈ പയ്യൻ കെട്ടുന്നത്. അതാണ് ഇതിന്റെ പ്രാധാന്യം. അപ്പൊ അവനെ വളരെ മോശമായിട്ട് താറടിക്കുമ്പോൾ അവനത് ചെയ്തു. ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റത്തില്ല. കാരണം ഇന്ത്യൻ സിസ്റ്റം അറിയാം, ഇന്ത്യൻ കോർട്ട് അറിയാം, ഇങ്ങനൊരു ഡിഫാമേഷൻ കേസ് ഇതൊക്കെ എങ്ങനെ പോകും, ഇതിനൊരു തീരുമാനമാവത്തില്ല. അവസാനം എല്ലാവരും ഇതൊക്കെ ഉപേക്ഷിക്കും. അപ്പൊ അവന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവനിതൊരു പകയാണ് ഷാജനോട്. അപ്പൊ ഈ പകയെന്ന് പറയുന്നത് ഷാജൻ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഒത്തിരി ഗുണ്ടകളെ കണ്ടിട്ടുണ്ട്. ഞാൻ എന്നെ ജയിലിലിട്ടപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലാതെയും ഈ എടപ്പാടി പളനിസ്വാമി കേസുമായിട്ട് ബന്ധപ്പെട്ടും, കാരണം ആ കേസ് പ്രൂവ് ചെയ്യാൻ വേണ്ടി പറയും ഗുണ്ടകളെ വെച്ചിട്ടാണ് ആ സംഭവമൊക്കെ കോടനാട് എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂ ഉണ്ടാകുന്നത്. അപ്പം അന്ന് ഈ ഗുണ്ടകളൊക്കെ ഇൻ്റർവ്യൂ ചെയ്ത് ഇവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്തപ്പോഴാണ് മനസ്സിലായത്, ഈ പ്രൊഫഷണൽ ഗുണ്ടകളും കില്ലേഴ്സ് എന്നൊക്കെ പറയുന്ന ആൾക്കാരില്ലയോ, അവർക്ക് ഈ ജയിലിൽ കൊണ്ടിട്ടാലും ജീവപര്യന്തം തടവിനിട്ടാലും അവർക്കിതൊന്നൊരു വിഷയമേ അല്ല. അവർക്ക് ബ്ലഡ് കാണണം. അപ്പം അതിൻ്റെ അത് ചില ഗുണ്ടകളൊക്കെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഈ കൊല്ലുന്നത് ആൾക്കാരെ, ചെറിയ വെപ്പൺ വെച്ച് എവിടെയാണ് കറക്റ്റായിട്ട് കുത്തേണ്ടത്, എവിടെയാണ് കത്തിയെടുത്തത്, ഇത്ര സമയം എടുക്കും, ചോര വാർന്നു പോകും, ചത്തുപോകും, സമയം ഇത്ര മിനിറ്റ് അല്ലെ ഇത്ര മണിക്കൂർ, എവിടെയാണ് ശരിക്കും ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അയാളുടെ ലൈഫ് ലോങ് ഹാൻഡിക്യാപ്ഡ് ആവുന്നത്. പിന്നെ ജീവിതത്തിൽ ഈ പറയുന്ന പോലെ ഒന്നും പ്രവർത്തിക്കാൻ പറ്റത്തില്ല. ഇതൊക്കെ ഓരോന്നായിട്ട് ഈ പല ഗുണ്ടകളൊക്കെ പറഞ്ഞു തന്നപ്പം ഞാൻ മനസ്സിലാക്കിയുള്ള സംഭവമുണ്ട്. ഒരാൾ നനച്ചിറങ്ങുവാണ്. അതാണ് അതിനുശേഷം അതിൻ്റെ ഒരു പ്രതി വീണ്ടും സോഷ്യൽ മീഡിയയെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കുക അവൻ്റെ ഉള്ളിൽ പകയുണ്ട്. അവനിപ്പം ഈ പറയുന്ന ജീവപര്യന്തയോ അല്ലെങ്കിൽ തൂക്കിക്കൊല്ലാൻ വിധിച്ചാൽ അവൻ വിടത്തില്ല ഈ സംഭവം. കാരണം അവൻ പറയുന്നത് നിരപരാധിയായ അവനെ ഏറ്റവും മോശക്കാരനാക്കി, മെന്റലി അവനെ തളർത്തി. അപ്പൊ ഇങ്ങനെ ആൾക്കാര്, നിങ്ങൾ വിചാരിക്കരുത് പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട് വിലങ്ങ് വെച്ച് കുറച്ചു നാൾ ജയിലിലിട്ട് ജാമ്യത്തിൽ പുറത്തിറങ്ങിയാലൊന്നും ഇവൻ മാറത്തില്ല. കാരണം അവനെ പേഴ്സണലി ഹർട്ട് ചെയ്തു. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരുണ്ട് ഈ ലോകത്ത്. അവരിങ്ങനെ നോക്കിയിരിക്കും. വേറെ കാര്യം പറയാം, ഒരുത്തൻ നനച്ചു വെക്കുവാണ്, അവൻ തീരുമാനിക്കുകയാണ് എന്ത് വില കൊടുത്ത് ഒരുത്തനെ തട്ടിയിരിക്കും. അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പോലെ അമേരിക്കൻ പ്രസിഡന്റിനെ പോലെ അതേപോലെ ഇസന്റ് കാറ്റഗറി അതേപോലെയുള്ള സെക്യൂരിറ്റി വേണം. എന്നെ പോലെയുള്ള നിങ്ങളെ പോലുള്ള സാധാരണക്കാരന് ഈ 2 പോലീസുകാരെയും വെച്ചുള്ള സെക്യൂരിറ്റിക്കകത്ത് എന്തോ കുന്തം നടക്കാനാ. ഡെയിലി ജോലിക്ക് പോകണം, അവിടെ ഇവിടെയൊക്കെ പോകണം, ഫാമിലിയുമായിട്ട് പുറത്ത് പോകണം. ഈ പറയുന്ന നേരത്തെയൊക്കെ ഡൽഹിയിൽ ഒരു 5000 രൂപ കൊടുത്ത് ഒരുത്തിനെ തട്ടിത്തരും. തട്ടി കേസും ഇല്ലാതാക്കി തരും. ആരെ തട്ടിയെന്ന് അറിയുന്നത് പോലുമില്ല.
ഇന്നത് 50,000 1,00,000 രൂപയായി. ഞാൻ ഈ പറയുന്ന ഡൽഹി സിറ്റിയിലെ കാര്യം കാട്ടിത്തരും. അതേപോലെ തന്നെ ഞാൻ അറിഞ്ഞിടത്തോളം കേരളത്തിൽ സൗത്ത് ഇന്ത്യയിലൊക്കെ തട്ടിത്തരുന്ന കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അതായത് കൊട്ടേഷൻ ഒറിജിനൽ ഗുണ്ടകൾ. അവർക്ക് 1-1.5 ലക്ഷം രൂപ കൊടുത്താൽ മതി. അവർ വന്ന് വളരെ ക്ലീൻ ആയിട്ട് തട്ടിയെടുത്തിട്ട് കൂറക്കടை. അവർക്ക് ഈ പറയുന്ന എല്ലാം ചാടിക്കിടക്കും. ഈ സെക്യൂരിറ്റി സോൾസ് ഒന്നും അവന് പ്രശ്നമല്ല, 2, 3, 4 പോലീസുകാരൻ്റെ ഒന്നും. അതാ ഞാൻ പറഞ്ഞു, ഒരുത്തൻ തീരുമാനിക്കും അവനെ തട്ടണമെന്ന് വെച്ചാൽ തട്ടും. അത് ഏത് രീതിയിലും തട്ടും. അതായത് ഞാൻ ഈ പറയുന്നത് ഭയപ്പെടുത്താൻ വേണ്ടി പറയുമല്ലോ. ഇന്ത്യയുടെ സിസ്റ്റം അങ്ങനെ ആയത്. ഇന്ത്യയിലത് സ്ഥിരമായിട്ട് ഗുണ്ടായിസവും ഈ സംഭവം പൊളിറ്റിക്കൽ ഗൂൺസും ഇന്ത്യ സ്ഥിരമായിട്ട് കറങ്ങുന്നത്. ഞാനീ പറയുന്നത് എന്നെ കൊല്ലാൻ ശ്രമിച്ചില്ലേ, എന്നിട്ട് ഞാൻ അവനുമായിട്ട് സംസാരിച്ച് പറഞ്ഞ് എന്നെ ഗണ്ണ് കൊണ്ടുവച്ചിട്ടുണ്ട് ഡൽഹി വെച്ചിട്ട്. ഞാൻ പിന്നെ പറഞ്ഞ് സംസാരിച്ച് ഞാൻ അതാണ് വാടയാണ് കോടയാണ് ഞാൻ നിങ്ങളെ ഇതൊക്കെ പറഞ്ഞ് സംസാരിച്ച് ആ സംഭവം പകയൊക്കെ മാറ്റി പിന്നെ ഞങ്ങൾ സുഹൃത്തുക്കളായി. ഒരു കേസല്ല, പല കേസുണ്ടായിട്ടുണ്ട്. കൽക്കട്ട നിങ്ങൾ ഉദ്ദേശിക്കുക ഇതിനേക്കാളൊക്കെ ഭീകരമാണ് ഈ കൽക്കട്ട എന്ന് പറഞ്ഞ മമതാ ബാനർജി. അവരെ പോയി ഞാൻ അവരുടെ ശാരദാ കേസും നാരദയൊക്കെ പുറത്തു വന്ന് അവരുടെ മന്ത്രിമാരും അവരുടെ പാർട്ടിക്ക് ഇത്രയും ക്ഷീണം ഉണ്ടായി കഴിഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അവരെ വെറുതെ വിടുമെന്ന്? അവരെന്താ മോശമാണോ? അവരൊക്കെ എത്ര പേരെയാണ് ഡെയിലി തട്ടുന്നത്. അവിടെ വലിയ സംഭവം നടക്കുന്ന BJPയുടെ ലീഡേഴ്സിന് അവർക്ക് ഒറ്റയ്ക്ക് പുറത്തിറങ്ങാൻ പേടിയാ. നിങ്ങൾ ഈ കൽക്കട്ടയിലുള്ള ബംഗാളികൾ അവർ പല ആൾക്കാരോട് ചോദിച്ചു നോക്ക്. അവർക്ക് അവിടെ CPMന്റെ ലീഡേഴ്സിന്റെ കാര്യം എടുത്തു നോക്ക്. CPMന്റെ ഒരു വലിയ ലീഡറാണ് വികാസ് രഞ്ജൻ ഭട്ടാചാര്യ. അദ്ദേഹം ലോയറാണ്. ഇന്ത്യൻ ലോയേഴ്സ് യൂണിയന്റെ പ്രസിഡന്റ് ആയിരുന്നു. നേരത്തെ പാർലമെന്റ് രാജ്യസഭ MP ആയിരുന്നു. എനിക്ക് വേണ്ടി കേസ് അപ്പിയർ ചെയ്തതിന്റെ പേരിൽ അയാൾ ഉപദ്രവിച്ചു. അയാൾ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. അപ്പൊ അങ്ങനെയുള്ള സ്ഥിതിയിൽ നിന്ന് വന്ന ഒരാൾ, ഞാൻ പിന്നീട് ഇവരുമായിട്ടൊക്കെ സംസാരിച്ച് കാര്യങ്ങളൊക്കെ. ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയാം. അതായത് കൽക്കട്ടയിൽ അവിടെ പോയി എനിക്ക് വലിയ സെക്യൂരിറ്റി ഒന്നുമില്ല. ഡൽഹിയിലൊക്കെ നേരത്തെ എഴുതി കൊടുത്ത് എനിക്ക് സെക്യൂരിറ്റിയുടെ ആവശ്യമില്ല എഴുതി കൊടുത്ത ഒരാളാണ് ഞാൻ. ഈ കൽക്കട്ടയിൽ പോകുമ്പോഴേ ഈ താമസിക്കുന്ന ഹോട്ടലിലൊക്കെ മലയാളിയായ അന്ന് കൽക്കട്ടയിലായിരുന്നു ഈ ജാവേദ് എന്നെ കാണാൻ വന്നു. അപ്പൊ തൃണമൂൽ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ശത്രുവാണ് ഞാൻ. കാരണം അവനെ എല്ലാം പൊളിച്ച് നാശമാക്കി. ഇപ്പൊ ജാവേദ് ഞാനുമായിട്ട് വൈകുന്നേരം കൂടിക്കഴിഞ്ഞ സമയത്ത് എനിക്ക് അന്നത്തെ ഡിന്നർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ TMCയുടെ ഒരു MLAയുടെ വീട്ടിൽ നിന്നാണ് കൊണ്ടുവന്നേ. ആ സ്ത്രീയാണ്, അവരുടെ ഭർത്താവാണ്. ഇതിൻ്റെ ഫോണിലൊക്കെ എന്നോട് സംസാരിച്ചു. എങ്ങനെ റിലേഷൻഷിപ്പ്? അതായത് ഞാൻ അവരോടൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി, ഞാൻ നിങ്ങൾക്കെതിരെയല്ല ചെയ്ത്, ഞാൻ അഴിമതിക്കെതിരെ. അഴിമതിയാണ് എൻ്റെ ഉദ്ദേശം. ഉണ്ടായ സംഭവം ഇതൊക്കെ പലയിടത്തും ഉണ്ട് ഇതുപോലെ. കാരണം ഇവരുമായിട്ടൊന്നും ഞാനൊരു പേഴ്സണൽ ആനിമോസിറ്റിയോ പകയോ ഒന്നും വെക്കത്തില്ല. ഞാൻ സിസ്റ്റത്തെയാണ് അറ്റാക്ക് ചെയ്യുന്നത്, അല്ലാതെ ഇൻഡിവിജ്വൽസിനെ അല്ല. ഇൻഡിവിജ്വൽസിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ പ്രശ്നമായത്. കാരണം അവൻ്റെ ഈ പക എല്ലായിടത്തും ഈ സാധനം കാണും. എവിടെ അവനൊരു സാഹചര്യം കിട്ടിയാലും അവനത് മുതലാക്കുകയും ചെയ്യും. ഞാനിത് ഭീഷണിപ്പെടുത്താൻ പറയുന്നതിൽ ഇന്ത്യയിൽ ഇത് നടക്കുന്നതാ. ഇന്ത്യയിൽ എത്രയോ ജേർണലിസ്റ്റുകളെ വെടിവെച്ച് കൊന്നിട്ടുണ്ട്, എത്രയോ ജേർണലിസ്റ്റുകളെ കുത്തിക്കൊന്നിട്ടുണ്ട്, എത്രയോ ജേർണലിസ്റ്റ് തലയടിച്ച് പൊട്ടിച്ച് നാശമാക്കി കയ്യും കാലും അടിച്ച് ഊരെ കളഞ്ഞു എത്രയോ എണ്ണത്തെ പോയിട്ടുണ്ട്. കാരണം ഇത് ഞാൻ എക്സ്പീരിയൻസ്ഡ് ആണ് ഈ കാര്യത്തിൽ. കാരണം നമ്മളിപ്പോൾ ഒരു കാര്യം പറയും, ഒരു ഇൻഡിവിജ്വൽസിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്തുവാണെന്ന് കൂടെ മനസ്സിലാക്കണം. കാരണം ഈ പറയുന്ന ആളിനെ പറ്റി ഷാജൻ പറഞ്ഞ ആ സ്റ്റോറി എന്ന് പറയുന്നത് ശരിയല്ല, അതുകൊണ്ടുണ്ടായെന്ന്. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ അവൻ്റെ ലൈഫും അവൻ ആ പെണ്ണിന് കൊടുത്ത ലൈഫ് അത് നാച്ചുറലായിട്ട് ഹേർട്ട് ചെയ്യും ഒരാൾക്ക്. കാരണം അവൻ്റെ ലൈഫും ആ ചെറുപ്പക്കാരൻ്റെ ലൈഫും എല്ലാം കൊടുത്തിട്ട് അവസാനം മുഴുവനും ഉണ്ടാക്കി വിട്ടതെല്ലാം പച്ചക്കള്ളം, പടച്ചു വിട്ട കള്ളം, ഒരു പൂർണ്ണമായിട്ടും തെറ്റ. അവൻ്റെ പേരൻസ്, ആ പെൺകുട്ടിയുടെ പേരൻസ് പോലും പറയുന്നില്ല ഇതേപോലെയുള്ള സംഭവം. അവർക്കും അറിയാം പെൺകുട്ടി പേഷ്യൻ്റാണ്. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് ഇതൊന്നും വീണ്ടും ഭയപ്പെടുത്താൻ വേണ്ടിയല്ല.
നമുക്ക് സത്യം പറയാം, പറയേണ്ട രീതികളുണ്ട്, സിസ്റ്റത്തെയാണ് പറയേണ്ടത്. അല്ലാതെ ഈ പറയുന്ന ടെക്നോളജി ഉപയോഗിച്ച് യൂട്യൂബ് അങ്ങനെയുള്ള സംഭവങ്ങളിലൂടെ പറയുമ്പോൾ തിരിച്ചും മനസ്സിലാക്കണം, അവനും ഒരു ചാൻസ് കിട്ടും. എപ്പോഴും ഒരു ഭാഗത്തോട്ടല്ല പോകുന്ന, മേളിലോട്ട് പോയാൽ താപ്പോട്ടും ഇറങ്ങും, താപ്പോട്ട് പോയാൽ മേപ്പോട്ടും കയറും. അതായത് ഒരിക്കലും വിചാരിക്കരുത് നമ്മൾ എപ്പോഴും കംഫോർട്ട് സോണിലാണ്. ഈ കംഫോർട്ട് സോൺ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് നമ്മൾ വാചകം അടിച്ച് അതിനകത്ത് നിൽക്കുമ്പോഴാണ് ഈ ഫാനുകളും ഫെയറുകളും ഒക്കെ കാണും. പക്ഷെ ഒരു റിയൽ ഇഷ്യൂലോട്ട് അങ്ങോട്ട് കയറി കഴിയുമ്പോൾ ഒരാൾക്ക് എന്തെങ്കിലും കാണത്തില്ല. ഞാനും കാണും, എൻ്റെ കുടുംബവും കാണും, ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും കാണും, ബാക്കിയുള്ളവനൊക്കെ അങ്ങ് വലിയ. ഞാൻ യാഥാർത്ഥ്യം പറയുന്നത്, എക്സ്പീരിയൻസ്ഡ് ആണ് ഈ കാര്യത്തിൽ. കാരണം അവർക്ക് പിന്നെ ഇതിനകത്ത് തലയിടാനും പിന്നീട് അവരുടെ പേര് വലിച്ചഴയ്ക്കാനും അവർക്ക് അതിനകത്തൊരു പ്രതിയാകാനും അവർക്ക് താല്പര്യം. സോഷ്യൽ മീഡിയയിലൊക്കെ കൂടെ എഴുതും, റിയൽ വേൾഡിലോട്ടൊന്നും വരത്തില്ല. എത്രയൊന്നും പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന ഫാനുകൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് സെക്യൂരിറ്റി കൊടുക്കുന്നത്, അതിനും പരിധിയുണ്ട്. എല്ലാത്തിനും ലിമിറ്റേഷനുണ്ട്. ആ ലിമിറ്റേഷനകത്ത് നിന്നുള്ള ഗെയിമാണ് സുപ്പീരിയർ ഗെയിം എന്ന് പറയുന്നത്. സ്കൈ ഈസ് ദ ലിമിറ്റ് എന്നും പറഞ്ഞ് പോകുന്നവനൊക്കെ തകർന്നു പോയിട്ടേ ഉള്ളൂ. കാരണം അതിന് പറ്റിയൊരു ഫീൽഡല്ല ജേർണലിസം. ഇന്ത്യയിലെ ജേർണലിസം മെച്യൂർഡ് അല്ല, ഇന്ത്യയിലെ ജേർണലിസത്തിൻ്റെ ഡെമോക്രസി മെച്യൂർഡ് അല്ല, ഇവിടുത്തെ രാഷ്ട്രീയക്കാരനും മെച്യൂർഡ് അല്ല. അതിൻ്റെയാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ഈ 52 വെട്ട് കൊന്ന് ഈ പറയുന്ന മലബാറിലുണ്ടായ ഇഷ്യൂവിൽ അവർ ജയിലിനകത്ത് സൂചിക്കുമല്ലേ പ്രതികൾ. അത് പക്ക ഗുണ്ടയിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇപ്പോൾ ഷാജൻസ്കറിയെ തകർക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ 2 ദിവസം കൊണ്ട് തീർത്ത് കളയും. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അവരിത് പ്രൂവ് ചെയ്തിട്ടുമുണ്ട്. അതായത് പല കാര്യങ്ങളും മനസ്സിലാകും. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭയങ്കര കേഡറിസമുള്ള സംഭവമാണ്. അവർക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എന്ത് ചെയ്യണമെന്നോ ആരെ തകർക്കണമെന്നോ തൊലയ്ക്കണമെന്നോ അവർക്കറിയാം, ശരിക്കും അറിയാം. അത്രയും കേപ്പബിലിറ്റി ഒന്നും കേരളത്തിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്കും ഇല്ല. ഇതൊന്നും ഞാൻ പറഞ്ഞ അവരെ ജസ്റ്റിഫൈ ചെയ്യാനൊന്നുമല്ല ശ്രമിക്കുന്നത്. ഇത് ഇന്ത്യയിലെ സ്ഥിതിയാണ്. ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലും ഇതൊക്കെ തന്നെയാണ്. ഇതിനകത്ത് നമ്മൾ സത്യം, നീതി, കുടച്ചക്രം എന്നൊക്കെ പറഞ്ഞ് കോർട്ട്, അപ്പോഴത്തേക്ക് സമയമൊക്കെ തീർന്നു പോകും. ഇതൊക്കെ എന്നാ ഇതിൻ്റെ നീതിയും സത്യവും ജസ്റ്റിസും ഒക്കെ ഇന്ത്യയിൽ വരുന്ന സമയമെടുക്കും. ഓക്കെ, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, എനിക്ക് വളരെ ഇതുണ്ട്. ആ പ്രതികളെ ശിക്ഷിക്കണം. അതേപോലെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ കേരളത്തിൽ ആവർത്തിക്കാൻ പാടില്ല. ഇന്ത്യ എന്ന് പറഞ്ഞൊരു ജനാധിപത്യ രാജ്യമാണ്. ഫ്രീഡം ഓഫ് സ്പീച്ച് ഉണ്ട്. ജനാധിപത്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഘടകമാണ് മീഡിയ. മീഡിയയ്ക്ക് അതിൻ്റെ പോലുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്. മീഡിയയ്ക്കും അക്കൗണ്ടബിലിറ്റി ഉണ്ട്. എന്നും വായി തോന്നി വിളിച്ചു പറയുന്നതല്ല മീഡിയ. അങ്ങനെ കരുതുന്നുണ്ട് എങ്കിൽ വീണ്ടും കാര്യം പറയാം, സംഭവം വളരെ സ്മൂത്തായിട്ടല്ല മുന്നോട്ട് പോകാൻ പോകുന്നത്.